ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പുതിയ വേൾഡും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇതിനൊന്നും കാണിക്കുന്നു. നമ്മൾ വേറെ ക്രിയേറ്റ് ന്യൂ വേൾഡ് നെക്കി, അടുത്ത വേൾഡ് നെക്കി. ഓക്കെ, പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പേര് നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരങ്ങനെ കൊടുക്കുന്നത് മിസ്റ്റർ കില്ലാടി എന്ന് തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഏതാ അത് തന്നെ, കില്ലാടി എന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്രിയേറ്റ് വേൾഡും കാര്യങ്ങളൊക്കെ നെക്കി ക്രിയേറ്റ് സർവൈവൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളപ്പം നേരെ താഴത്തോട്ട് പോയി ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് ബാക്കി നമ്മൾ ക്രിയേറ്റ് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി നമ്മൾ നേരെ ക്രിയേറ്റ് നോക്കി. ക്രിയേറ്റ് പുതിയ വേൾഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നേരെ കുറേ നേരമായിട്ട് ഇങ്ങനെ ലോഡിങ്ങായിട്ട് നിന്ന് ഇപ്പോൾ നോക്കുമ്പം ഒരു ഇതാക്കി നമ്മൾ നേരെ പ്രൊസൈഡ് കൊടുത്ത് നോക്കുമ്പം ഇങ്ങനെ ലോഡിങ്ങിൻ്റെ കാണിച്ച്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അങ്ങനൊന്നുമില്ല ഗൈസ്. അപ്പം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതൊന്ന് വന്നിട്ട് കാണാം. അപ്പോൾ ഒരുപാട് നേരത്തെ ശേഷം അത് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഡൂപ്പാണ്. നമ്മളത് കളിച്ചാണ്. നമ്മളത് കുറച്ച് മരമൊക്കെ പൊട്ടിച്ചായിരുന്നു. പൊട്ടിച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം. ഓക്കെ, അടുത്ത് നമ്മളിവിടെ കുറച്ച് മരമൊക്കെ മുറിച്ച് മൊത്തം മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെപ്പുണ്ട് ഗൈസ്. നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ലേ. നമ്മൾ നേരെ പോയിട്ട് മരമൊക്കെ കുറച്ച് മുറിച്ച് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഇവിടുത്തെ മരം മൊത്തം നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇപ്പോൾ അതിന് 5 ഇപ്പം 5 6 6 ഇത് കൂടെ കിട്ടുമ്പോൾ 7 ഇനി അത് മുറിക്കണമെങ്കിൽ ചാടിപ്പോണം ഗൈസ്. അല്ല ഗൈസ്, എത്തും. എത്തിയിട്ട് അതും കൂടെ നമ്മൾ മുറിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അത് മുറിക്കണമെങ്കിൽ എത്തത്തില്ല ഗൈസ്. നമ്മൾ ചാടിയാലും അങ്ങനെ എത്തത്തില്ല. അപ്പം നമ്മൾ ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെടുത്ത് നേരെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോകണം. ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഇപ്പം ആദ്യം തടി വേണമെന്ന് പറഞ്ഞു. അത് നമ്മൾ 4 ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് നോക്കിയപ്പം ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. 4 എടുത്ത് നോക്കി നോക്കുന്നത് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. അത് നോക്കിയപ്പോൾ തന്നെ നമ്മളിതിൻ്റെ അന്ന് 4 അതിൻ്റെ അകത്തോട്ട് പോയി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. പിന്നെ ഗൈസ് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അവിടെ എടുത്ത് വെച്ച് ആ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ യെസ്. ഇത് എപ്പിസോഡ് 1 ആണ് ഗൈസ്. നമുക്ക് പുറകെ ഓരോ എപ്പിസോഡ് വരുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഇതൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഓരോ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് നമ്മളിതിൻ്റെ നോക്കിയിട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, ക്രാഫ്റ്റിങ്ങിൻ്റെ സാധനത്തിൽ പോയിട്ട് ആയുധങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിനി ഒരു 10-12 ഉണ്ടാക്കിയിട്ട് അപ്പം ഒരു വടി കാണിച്ചു കഴിച്ചു. ആ വടി നമ്മളൊരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. 5-10 ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ആയുധത്തിൻ്റെ അവിടെ നമ്മുടെ ആയുധം ഉണ്ടാക്കാനുള്ള സാധനം കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളൊരു 10-12 കൂടെ വടി ഉണ്ടാക്കി. ഇപ്പോൾ തന്നെ 8 ഉണ്ട്. ഇപ്പോൾ 8 ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഗൈസ്. നേരെ ആയുധം ഒരു വുഡ് പിക്കസ്കലും ഉണ്ടാക്കി, ഒരു മണ്ണ് തോണ്ടി ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ വുഡ് പിക്സലും കൊണ്ട് ഇതങ്ങ് പൊട്ടിച്ച് കൈ വെച്ചിട്ട് നമുക്ക് നടക്കാം. ഗൈസ്, നമ്മൾ കുറച്ച് തടിയും കൂടെ ഉണ്ടാക്കി മറ്റേ ബാക്കി ആയുധം കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വേണ്ട കുറച്ച് മറ്റേ സാധനം കൂടെ വാങ്ങിച്ച് 16 ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതും കൂടെ വാങ്ങിക്കാം നമുക്ക്. ഓക്കെ, ഒരു വുഡ് മറ്റേ തടി മുറിക്കാനുള്ള ഒരു സാധനം വാങ്ങിച്ച് പിന്നെ ഒരു കത്തിയും വാങ്ങിച്ച് സെറ്റായി ഗൈസ് മൊത്തം. ഓക്കെ, ഇനി അതങ്ങ് പൊട്ടിച്ചെടുക്കാം ഗൈസ്. അതങ്ങ് അടുത്ത് പൊട്ടിച്ച് കയ്യിൽ വെച്ചേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലേ. നമ്മൾ ഇനി ഇതിലും വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ ഒരു ബേസൊക്കെ ഉണ്ടാക്കി സെറ്റാകുന്ന ഗൈസ്. നമ്മൾ ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ ഇതായതുകൊണ്ടാണ്.
വരുന്ന എപ്പിസോഡിൽ നമ്മൾ ബേസൊക്കെ നമുക്ക് വേണ്ടിയുള്ള സീക്രട്ട് ബേസൊക്കെ ഉണ്ടാക്കി ഫാമിങ്ങും അയൺ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റോറൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളിങ്ങനെ നടന്നു പോവാണ്. അപ്പം നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കടന്ന് നമുക്കൊരു ഇത് കിട്ടി ഗൈസ്. കോള് മറ്റേ ചെമ്മരിയാടിൻ്റെ തൊലി അത് കിട്ടി. നമുക്ക് പട്ടിയും കാരണം കടന്നു പോകുന്നുണ്ട്. അതിനായിട്ട് അടിച്ചിട്ട് ഇനി നമ്മുടെ നേരെ കുറച്ചുകൊണ്ട് വരും ഗൈസ്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അടിച്ച് നമ്മൾ ചുമ്മാ ചത്ത് സാധനങ്ങളെല്ലാം പോയി നമുക്ക് റീസ്പോൺ പോയിൻ്റ് കൂടെ നമുക്ക് സെറ്റാക്കിയിട്ടില്ല. അതും കാരണം നമ്മൾ നേരെ ഇതൊക്കെ സെറ്റാക്കി ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ച് നമ്മളൊരു കട്ടിലുണ്ടാക്കാനുള്ള കാര്യം നോക്കി. കട്ടിൽ നോക്കിയപ്പം 3 കോള് വേണം വയസ്സ് നമുക്ക്. നമ്മുടെ കയ്യിൽ മറ്റേ തടിയുണ്ട് വയസ്സ്, മറ്റേ കോള് രണ്ടെണ്ണം കൂടി നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഓക്കെ, നമ്മളതും പൊട്ടിച്ചെടുത്ത് നേരെ പോവാണ്. നമുക്ക് സൂര്യൻ അസ്തമിച്ച് വന്നിട്ടുണ്ട് വയസ്സ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇനി പ്രശ്നമല്ലേ. സോംബീസൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നല്ല മറ്റേ വുഡ് സാധനമേ ഉള്ളു. അടിച്ചാലും അവന്മാർ ചാകാൻ പാടാം. മറ്റേ സ്കെൽട്ടറൊക്കെ വന്നാൽ പിന്നെ പറയണ്ടല്ല. ഇവിടെ കിടന്ന് ഒരു മറ്റേ ഇത് കിട്ടി കൈസ്. ഇത് നമുക്ക് ഒരെണ്ണം കൂടെ മതി. ഒരെണ്ണം കൂടെ നമ്മൾ തപ്പി നടന്നപ്പം രാത്രി ആയി ഏകദേശം. തപ്പി നമ്മൾ നടന്ന് നമ്മൾ ഏകദേശം രാത്രി ആറായി. രാത്രി ആറായപ്പം അത് തന്നെ രാത്രി ആറായി ഗൈസ്. പിന്നെ നമ്മളിവിടെ തപ്പി നടന്ന് നമ്മളിങ്ങനെ തപ്പി നടന്നിട്ട് ഇതൊരു ആടിനെ പോലും കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ ആടൊന്നും ഇല്ല. നമ്മൾ നേരത്തെ തപ്പിയപ്പോഴും നിറച്ച് ആട് കിടപ്പുണ്ടായിരുന്നു. ആവശ്യമുള്ള സമയത്ത് തപ്പുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. ഒന്നും നമുക്ക് കാണിയാൽ കൂട്ടുകാരെ നമുക്ക് തപ്പാം. ഇവിടെ നമുക്ക് വീണ് കുറച്ച് ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വെള്ളത്തിലോട്ട് ചാടാൻ നോക്കുമ്പോൾ പക്ഷേ കരയിലൊക്കെയാണ് വീഴുന്നത് ഗൈസ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചു വിടുക. അടുത്ത വട്ടം നമുക്കൊരു സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, നമ്മളൊന്ന് സെറ്റിങ്സിലൊക്കെ പോയിട്ടൊന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് എനിക്ക് പ്രശ്നമാണ്. മറ്റേ സർക്കിളിലുള്ള ജോയ്സ്റ്റിക്ക് ഉണ്ടാകാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ്. ഇവിടെ കീബോർഡിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് ഗൈസ്. കീബോർഡ് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കൺട്രോളറും ഉണ്ട്. നമ്മളിപ്പോൾ ടച്ചിൻ്റെ കാര്യം നോക്കുകയാണ്. ടച്ചിൻ്റെ കാര്യം നോക്കി നമ്മൾ ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല. മറ്റേ ഇതിൻ്റെ കാര്യം ജോയ്സ്റ്റിക്കിൻ്റെ കാര്യമൊന്നും കാണിക്കണില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ സെറ്റാക്കി ഇടാം. നമ്മൾ ഡിഫിക്കൾട്ടാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഡിഫോൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ തപ്പിയിട്ട് ഒന്നും കാണുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ റിസീവ് അടിച്ചപ്പോൾ നോക്കുമ്പോൾ ജോയ്സ്റ്റിക്കിൻ്റെ സാധനം വന്ന് നടക്കണം. നീങ്ങാനും പറ്റുന്നില്ല, അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ടച്ച് പോയിട്ട് അതൊന്ന് സെറ്റാക്കി നമ്മൾ ബാക്ക് അടിച്ച് നോക്കിയപ്പോൾ സെറ്റായി ഗൈസ്. പിന്നെ നമ്മൾ ഡിഫിക്കൽട്ടി ഇട്ട് പിന്നെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയപ്പോൾ പിന്നെ സെറ്റായി. നമ്മൾ നടന്ന് നേരെ പോയി കാര്യങ്ങളൊക്കെ ചാടി ഇതിൻ്റെ മണ്ടക്കോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ രാത്രിയായി ഗൈസ്. നമ്മൾ പിന്നെ ഇവിടുന്ന് മണ്ടക്കോട്ട കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ കയറി നോക്കുമ്പോൾ ഒരു കേസ് ക്രീപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മളെ കണ്ടിട്ടില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, അടുത്ത് വന്ന് ഒരു പൊട്ടിത്തെറിക്കലാണ്. ഇല്ല ഗൈസ്, വേണ്ട. അവിടെ ക്രീപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇത് ഗൈസ് ഒരു സ്കെൽട്ടൺ ഓടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് പിന്നെ നമ്മളെ കണ്ടിട്ടാണെന്നാണ്. പിന്നെയാണ് വിചാരിച്ചത് നമ്മളെ കണ്ടിട്ടില്ലെന്ന്. പിന്നെ മനസ്സിലായത് നമ്മളെ കണ്ടിട്ടില്ലെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമുക്ക് ചിലന്തിയും ഇതൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ഇതൊക്കെ ഇവിടുത്തെ സ്ഥലമൊക്കെ പൊട്ടിച്ചിട്ട് ചാടി അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇങ്ങനെ ചാടി ഇങ്ങനെ പോയിട്ട് നമുക്ക് ഒരു പശു നമ്മൾ ആടിനെയാണ് ഗൈസ് തപ്പണത്. ആടാണെങ്കിൽ ഇവിടെ എവിടെയും കാണുന്നുമില്ല. ഓക്കെ, ഇവിടെ കാണുന്നില്ല. അയ്യോ ഗൈസ്, ഒരു ക്രീപ്പർ. അയ്യോ ഗൈസ്, നമ്മുടെ നേരെ വന്നിട്ട് ഒരു പൊട്ടിത്തെറിക്കുക ഗൈസ്. കുറച്ച് ലൈഫും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ ഒരു സ്കെൽട്ടനൊക്കെ ഉണ്ട്. സ്കെൽട്ടൻ വെടി വെച്ചപ്പോൾ നമ്മൾ താഴെ വീണ് നമ്മൾ ഡെത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ നേരെ റീസ്പോൺ അടിച്ചപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ തപ്പാൻ പോയി. സാധനങ്ങളൊന്നും കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഒന്ന് ക്രിയേറ്റീവ് ആക്കിയാലോ എന്നൊക്കെ നമുക്കൊന്ന് ആലോചന വന്ന്. ഇപ്പം നമ്മൾ സാധനം കാണുന്നില്ല.
അതുകൊണ്ട് നമ്മൾ നേരെ ഇതൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കാനുള്ള സാധനവും ഇല്ല. ഇനി വെട്ടാനാണ് എനിക്ക് കഴിയത്തുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ സെറ്റിങ്സിൽ പോയിട്ട് ക്രിയേറ്റീവ് അങ്ങോട്ടാക്കി, ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ ആക്കി. ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ബാക്ക് അടിച്ച് നമ്മൾ റിസ്യൂം ആക്കി നമ്മളിനി പറന്ന് ഒരു ബെഡ് വെച്ച് ആദ്യം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുക ഗൈസ്. ഒരു ബെഡ് വെച്ച് കണ്ട നമ്മൾ ഗൈസ് ഇങ്ങനെ പറക്കാനൊക്കെ പറ്റും ക്രിയേറ്റീവിൽ. നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് നേരെ ഒരു ആടിഞ്ഞ് ഇവിടെ എവിടെയും കാണുന്നില്ല, ഒരൊറ്റ ആട് കാണുന്നില്ല കേട്ടോ. നമുക്കൊരു ആടിൻ്റെ ഫാമൊക്കെ ഉണ്ടാക്കാം ഗൈസ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ കാര്യങ്ങളൊക്കെ തപ്പി ചെന്ന് ഒന്നും കാണുന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എന്ത് മൊത്തം ശൂന്യാകാശം കൈസ്. ജസ്റ്റ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇവിടെ സാധനം ഉണ്ടെന്നല്ലേ കണ്ട. മൊത്തം ഗ്ലിച്ചാണ് കൈസ് ഇത് മൊത്തം. കണ്ട ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വിചാരിക്കും, പിന്നെ ഇതിപ്പോൾ വരും കണ്ട. ഇതാണ് ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കയറ്റാം കൈസ്. ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയെന്നറിയാം. അത് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പിപ്പെറുക്കി പോയി. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബെഡ് വെച്ച് നമുക്ക് കിടന്ന് ഉറങ്ങാമെന്നാണ് ഗൈസ്. ബെഡ് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാം. ബെഡ് വെച്ച് നമുക്ക് കിടന്ന് ഉറങ്ങാം. ബെഡ് തപ്പിയിട്ട് നമ്മൾ കാണുന്നില്ല ഗൈസ്. ബെഡ് എവിടെ പോയി? അതെ കിട്ടി ഗൈസ്. ബെഡ് കിട്ടി. നമുക്കൊരു ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങാം. ബാക്കടിച്ച് നമുക്കൊരു ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.